അരിവില കൂടുന്നുണ്ട്. അരി നെല്ല് ഷോർട്ടേജാണ്. അടുത്ത ഒരു സീസൺ മിക്ക സംസ്ഥാനങ്ങളിലും കരിവാണ്. ഒരു മഴയുടെ കുറവ് കാരണം കരിവാണ്. അപ്പോൾ അരിവില വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കൂടിയതല്ല, ഇനിയും കൂടാനാണ് ചാൻസ്. കാരണം നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്റ്റോക്കുകളെല്ലാം മില്ലിലും കുറവാണ്. ഒരു മാസത്തിനകത്ത് ജയിലൊക്കെ ഒരു 2 രൂപയോളമുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇനി അതിലും കൂടുതൽ വർധന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിമാൻഡിനനുസരിച്ച് സാധനം കിട്ടുന്നില്ല. ചമ്പാവിന് വടിമട്ടയ്ക്കൊക്കെ ഏകദേശം 10 രൂപയോളം, 10 രൂപയ്ക്ക് 8 മുതൽ 10 രൂപയോളം വില വർധന ഉണ്ടായിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അനുസരിച്ച് സാധനം കിട്ടുന്നില്ല. ഇപ്പം മില്ലേഴ്സിനൊക്കെ ഒരു ഇതുകൊണ്ട് അവർ അഡ്വാൻസ് ആയിട്ട് വില മാറും എന്ന് കാണുമ്പോൾ സാധനം പ്രൊഡക്ഷൻ കുറവായിരിക്കും. മനസ്സിലായി. അപ്പം അതിൻ്റെ ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള കാരണം പറയുന്നത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു കൃഷി കരിവ് ആണ് പറയുന്നത്. അതായത് അടുത്ത കൃഷി മഴ കുറവ് കാരണം ഒരു സീസൺ അവർക്ക് റിസൾട്ട് ഇല്ലാതെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവും. അരി കിട്ടും, പക്ഷേ വില ഒരുപാട് ഇനിയും കൂടാനാണ് ചാൻസ്. ഓരോ ദിവസം കൂടുന്തോറും സംസ്ഥാനത്ത് അരിവില വർദ്ധിച്ചു വരികയാണ്. അരിയുടെ ലഭ്യതയിലും വലിയ രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓണം അടുക്കും തോറും അരിവിലയിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും 2 രൂപ മുതൽ 10 രൂപ വരെയാണ് ഇത് സാധാരണ ആളുകൾ കഴിക്കാനായി വാങ്ങുന്ന നിരന്തരം ഉപയോഗിക്കുന്ന അരി വിലയിൽ മാറ്റമുണ്ടാകുന്നത്. വലിയ ശക്തമായ രീതിയിലുള്ള വില വർധനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ഓണമാകുമ്പോഴേക്കും ഒരു വലിയ മാറ്റമുണ്ടാകും. സംസ്ഥാനത്ത് അരിവില വർദ്ധിക്കുന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അരിയുടെ വരവും വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ വ്യാപാരികൾ കണക്കാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.